നമസ്കാരം. ഒടുവിൽ പത്തി താഴ്ന്നു തുടങ്ങി. ഡൊണാൾഡ് ട്രംപ് എന്ന സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പത്തി നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ താഴ്ന്നു. വെറുതെ താഴ്ന്നു എന്ന് പറഞ്ഞാൽ പോരാ, പാതാളത്തോളം താഴ്ന്നു എന്ന് തിരുത്തി പറയണം. ലോക രാഷ്ട്രീയത്തിന്റെ വേദിയിൽ ഇന്ന് ശക്തമായ പ്രതിരോധ ശക്തിയുടെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമായി നരേന്ദ്രമോദിയുടെ പേര് ഉയർന്നു കഴിഞ്ഞു. രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിക്കായുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവും നയതന്ത്ര ബുദ്ധിയും ഇന്ത്യയെ പുതിയ സാമ്പത്തിക, സൈനിക, സാങ്കേതിക ശക്തിയിലേക്ക് ഉയർത്തി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അവിശ്വാസവും അനിശ്ചിതത്വവും നിറഞ്ഞ ഭരണശൈലിക്ക് പേരുകേട്ട വ്യക്തിയാണ്. വ്യക്തിപരമായ അഹങ്കാരവും ആകസ്മികമായ തീരുമാനവും മാത്രമല്ല, ലോകതലത്തിൽ അസ്ഥിരതയും അനാവശ്യ സംഘർഷവും സൃഷ്ടിച്ചത് ട്രംപിന്റെ ഭരണമാണ്. ഇന്ത്യയുടെ വ്യാപാര നയത്തിൽ ട്രംപ് എടുത്ത കടുത്ത നിലപാടുകൾ, തീരുവവർധന, വ്യാപാര നിയന്ത്രണം, നയതന്ത്ര അകലങ്ങൾ എല്ലാം തന്നെ അമേരിക്കൻ താല്പര്യത്തിനേക്കാൾ സ്വാർത്ഥ രാഷ്ട്രീയത്തിന്റെ പ്രകടനങ്ങളായിരുന്നു. മോദിയുടെ സൗഹൃദപരമായ നയതന്ത്രം ആ ബന്ധങ്ങൾ മൃദുവാക്കാൻ ശ്രമിച്ചിട്ടും ട്രംപിന്റെ അഹങ്കാരം പല അവസരങ്ങളിലും ആ ബന്ധത്തെ ചിന്നി ചിതറിച്ചു. എന്നാൽ ഒടുവിൽ മോദിക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണ് ട്രംപ്. അമേരിക്കയിൽ വിദേശ പ്രൊഫഷണലുകളെ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന H-1B വിസയുടെ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച സംഭവത്തിൽ അയവ് വരുത്തി വിശദീകരണവുമായി അമേരിക്ക രംഗത്ത് വന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലെത്തിയ ആയിരക്കണക്കിന് IT പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ ആശ്വാസമാകുന്നതാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ പുതിയ വിശദീകരണം. കഴിഞ്ഞ സെപ്റ്റംബർ 19 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് H-1B വിസയ്ക്കുള്ള ഫീസ് $1,00,000 ഉയർത്തി ഉത്തരവിട്ടത്. സെപ്റ്റംബർ 21 മുതലാണ് ഫീസ് വർധന പ്രാബല്യത്തിൽ വന്നത്. പുതിയ മാർഗനിർദ്ദേശപ്രകാരം ആർക്കൊക്കെയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്നും തൊഴിലുടമകൾക്ക് എങ്ങനെ ഇളവുകൾ നേടാമെന്നും ഫീസ് എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം സെപ്റ്റംബർ 21 അതിനുശേഷമോ ഫയൽ ചെയ്ത പുതിയ H-1B അപേക്ഷകൾക്കാണ് $1,00,000 ഫീസ് ചുമത്തുക. നിലവിലുള്ള H-1B വിസ ഉടമകൾക്കും വിസ പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും H-1 സ്റ്റുഡന്റ് വിസ ഉടമകൾക്കും കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച ഫീസ് വർധന ബാധകമായിരിക്കില്ല. സെപ്റ്റംബർ 21 പുലർച്ചെ 12 മണിക്ക് മുൻപ് ഫയൽ ചെയ്ത അപേക്ഷകൾക്കും ഫീസ് ബാധകമല്ല എന്ന് US വ്യക്തമാക്കി. F-1 വിസയിലുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് H-1B വിസയിലേക്ക് മാറുന്നതിന് പുതിയ ഫീസ് നൽകേണ്ടതില്ല എന്നും അധികൃതർ സ്ഥിരീകരിച്ചു. പ്രസിഡന്റിന്റെ ഉത്തരവ് നിലവിലുള്ള H-1B വിസ ഉടമകളെ US-ന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്നില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം സാധുവായ H-1B വിസ ഇല്ലാതെ അമേരിക്കയിലെത്തിയ വിദേശ തൊഴിലാളികൾക്ക് ഈ ഫീസ് വർധന ബാധകമാകും. അമേരിക്കയുടെ പുതിയ പ്രഖ്യാപനം നിരവധി ഇന്ത്യൻ IT പ്രൊഫഷണലുകളെയും അവരെ സ്പോൺസർ ചെയ്യുന്ന അമേരിക്കൻ കമ്പനികളെയും ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഇപ്പോൾ ആഴ്ചകൾക്ക് ശേഷമാണ് ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം നീങ്ങിയത്. സമീപകാലത്ത് അനുവദിച്ച H-1B വിസകളിൽ 71% ഇന്ത്യക്കാരായിരുന്നു. ഇവരെ സ്പോൺസർ ചെയ്യുന്നത് അമേരിക്കയിലെ വലിയ കമ്പനികളുമായിരുന്നു. ഫീസ് ചുമത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ അമേരിക്കയിൽ വലിയ പ്രതിഷേധവും ഉയർന്നു. US ചേംബർ ഓഫ് കൊമേഴ്സ് കേസും ഫയൽ ചെയ്തു. H-1B പദവി നേടിയ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ഓരോ വർഷവും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വലിയ സംഭാവനയാണ് നൽകുന്നതെന്ന് US ചേംബർ ഓഫ് കൊമേഴ്സ് കോടതിയിൽ വാദിച്ചിരുന്നു. ഈ നയം നിയമവിരുദ്ധമാണെന്നും അമേരിക്കയിലെ ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ തകർക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിശദീകരണ കുറിപ്പ് ഇറങ്ങിയിരിക്കുന്നത്. നിലവിൽ H-1B വിസയിൽ 3 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത്. ഭൂരിഭാഗവും സാങ്കേതിക സേവന മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് ഫീസ് ബാധകമാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇന്ത്യക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ H-1B വിസ ഉള്ളത് ചൈനക്കാർക്കാണ്. ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് 3 വർഷം വരെ അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നതാണ് H-1B വിസ. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ ഭാഗമായാണ് H-1B വിസകൾക്കുള്ള ഫീസ് $1,00,000 ഉയർത്തിയത്. വിദേശികളെ ഒഴിവാക്കുന്നതിനും അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ നീക്കം. ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മോദിയുടെ രാഷ്ട്രീയ ബുദ്ധിയും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അദ്ദേഹത്തിന്റെ നയതന്ത്ര ശൈലിയും ട്രംപിന്റെ അനാചാര തീരുമാനങ്ങളെ തീർത്തും ഛിന്ന ഭിന്നമാക്കി എന്ന് വേണം പെട്ടെന്നുള്ള ഈ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച